ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ശുഭമുഹൂർത്തത്തിൽ ഒരു ധന്യ ജീവിതത്തിന്റെ സംക്ഷിപ്തമായ ചിത്രം ഒരു കഥാപ്രസംഗത്തിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കഥയുടെ പേര് മക്കയുടെ മാണിക്യം. അതേ, മക്കയുടെ മാണിക്യം. വിശുദ്ധ ഇസ്ലാമിന്റെ ആദർഭാവകാലം. കത്തിയാളുന്ന മണൽക്കാട്ടിൽ എങ്ങും നിഷ്ഠൂലമായ അട്ടഹാസം, ദുർബലരായ സത്യവിശ്വാസികളുടെ ആർത്തനാദങ്ങൾ, ആ മറുക്കാടിന്റെ അനന്തമായ വിഹാസിക്ക് നിരന്തരം ഉയർന്നു പൊങ്ങുന്നു. അപ്പോൾ അചഞ്ചലനായ പല പേരണയില്ലാതെ ഒരു യുവകോമളൻ സുഖ ആഡംബരമുള്ള സ്വർഗവാണിൽ നിന്ന് ദാറുൽ പടിവാതിലേക്ക് കടന്നു വന്നു. ഒന്നടഞ്ഞ വണ്ടർക്കമിൽ ഭവനത്തിൽ വാതിലിൽ മുന്നിൽ അപ്പോൾ മലർമപ്പു നബിയും സ്വഹാബികളവിടെ വരാവിൽ പോതി സർവം സന്തോഷം കൂകി. മക്കയുടെ മാണിക്യം എന്ന അതിന്റെ വചനം, മഹമൂദു നബി മുന്നിൽ ഉയരുന്ന സമ്മതം, മാനത്തെ പുയരുന്ന തക്ബീർ നയനം, മദത്തിൽ കൂടി മിസ്ഹബ് ഷഹാദത്തോതി. അതേ, മക്കയുടെ മാണിക്യം മിസ്ഹബ് ഇബ്നു ഉമൈർ തരുണിമണികളുടെ സ്വപ്നനായകൻ. അറബിയയിൽ ഏറ്റവും ധനാഢ്യനാണ് ഉമൈർ മുതലാളിയുടെ ശ്രീമന്തപുത്രൻ. ഏകദേശം 18 വയസ്സും പ്രായം വരുന്ന യുവകൗളൻ. ദാറുൽ കവാടങ്ങൾ അയാൾക്ക് മുന്നിൽ മലർത്തേ തുറക്കപ്പെട്ടു. അയാൾ നേരെ തിരിഞ്ഞു സന്നിധിയിലേക്ക്. അവിടെ വെച്ച് സത്യസാക്ഷ്യ വാക്യം മുളിഞ്ഞു. എന്നാൽ അതൊരു കുട്ടിത്തരുടെ പ്രാരംഭമായിരുന്നു. അഥവാ ഓടി വന്നുടനെ ഉടൻ ചാടി തച്ചുതണേ എടപ്പൊട്ടാളിപ്പൊട്ടി മുഹമ്മദ് സിഹരിമാരി പൊന്നിടടാ അടിക്കിട്ടി കവിലത്ത് പൊട്ടി ഒളിക്കുന്ന പൂത്തിരുട്ടരയിൽ കൈ കാലി ചങ്ങലയിൽ പൈതാമേരവയിൽ അവൻ പൊട്ടിക്കരഞ്ഞിട്ട് ഉട്ടൻ ചലങ്ങയിൽ ഇല്ല മനസ്സവയിൽ. തന്റെ പൊന്നോമന പുത്രൻ കുലദൈവങ്ങളുടെ വർഗശത്രു മുഹമ്മദിന്റെ പുതിയ മതം അംഗീകരിച്ച വാർത്ത കേട്ട് മാതാവ് ഹുനാസ ഒരു പ്രതികാരി ദുർഗയായി മാറി. പാലോട്ടി താരാട്ടാട്ടു പോട്ടിയ ആ മാതാവിന്റെ കരങ്ങൾ സ്വന്തം മകന്റെ പൂങ്കവളുകളിൽ നിന്ന് ആഞ്ഞു പതിച്ചു. തീർന്നില്ല. ആട്ടുപോട്ടി പോട്ടിയാൽ തന്നുപ്പയും ക്രോധിച്ചു. അടച്ചു പോട്ടി ഇട്ട മോനിൽ പ്രഹരമേൽപ്പിച്ചു. ആദിയാൽ ക്ഷയിച്ച മോന്റെ വസ്ത്രവും ആടിച്ചു. ആർദിയോടെ ചാട്ടവാരൽ വീണ്ടും നോവിച്ചു. സ്വന്തം പിതാവ് ഉമൈർ ഒരു കരുമ്പുലിയെ പോലെ തൻ്റെ മകന്റെ മേൽ ചാടി വീണു. അയാൾ മകന്റെ കൈകവളുകൾക്ക് ചങ്ങലയിട്ടു. ഒരു ഇരുട്ടുമുറിയിൽ ഇട്ടുപൂട്ടി. ഒരു തുള്ളി ദാഹജല പോലും ആ ക്രൂര മനസ്കരായ മാതാപിതാക്കൾക്ക് സ്വന്തം മകൻക്ക് നൽകാൻ സന്നദ്ധരായില്ല. പ്രിയരെ, ഈ ചരിത്രം ആദ്യം ദർശിച്ച വീട്ടുതടങ്ങൾ പിററുന്നതായ വീട് നരകമായി മാറി. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്ഹബിന്റെ ഉള്ളും പുറവും ഈ അഗ്നിപരീക്ഷയിൽ നിന്ന് ഈരിപ്പുകയുകയാണ്. അപ്പോൾ തന്നുടെ കസരത്തിൽ ആരോധിക്കാം മിസ്ഹബ് തടങ്ങാളിൽ നിന്നിട തേടുന്നേ തരണമിടാതാമോചനമിവിടമേ തലനിൻ വേണ്ടിത് കീഴുന്നേ അടിയിഴയും തടിയിൽ പതിവായി അടിപതിരാതൻ മനവായി അഖില പുരാണേ നിൻ കരുണയിലായി എല്ലലകത്തിന തുണിയേകി. വേദനിക്കുന്ന മനസ്സിന്റെ തേങ്ങൾ എന്നും കേൾക്കുന്ന നമ്മുടെ നാഥൻ നമ്മുടെ കഥാനായകന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകി. അഥവാ മദീനയിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചു. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്ഹബ് വീട്ടുതടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അദ്ദേഹം മദീനയിലേക്ക് യാത്രയായി. പൊതുവിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ നരമണമുള്ള
മദീനയിൽ നബിക്കൊപ്പം സ്വഹാബത്തും എന്നും തിരുമതം വളരുന്നു. എന്നാൽ ഖുറൈശുകൾ അഹങ്കയും അസൂയയും എത്തി അവർ നിരത്തിരയുന്നു. സ്വന്തം നാട് വിട്ടു ദൂരെ അകഞ്ഞിട്ടും സ്വൈരം ഖുറൈശുകൾ അതിർക്കുന്നു. ഇതിനാൽ അവർക്കെതിരെ ബദർ പട പൊരുതുവാൻ നബിക്ക് അമർ കൊടുക്കുന്നു. ഇസ്ലാമിന്റെ വളർച്ചയിൽ വിരലിപ്പൂണ്ട ഖുറൈശികൾ സത്യപ്രസ്ഥാനത്തെ ഈ ഭൂമുഖത്തിൽ തുടർച്ച നിൽക്കാൻ ആവശ്യമായ യുദ്ധസംഘവുമായി പുറപ്പെട്ടു കഴിഞ്ഞു. സകലതിനെയും കരിച്ചു കീറി പ്രത്യാഘാതങ്ങളെ ഇങ്ങനെ വിട്ടാൽ വളരെ വലുതായിരിക്കും. വലക്കുടി മുണ്ടന്നം കിടം കെട്ടിടതിലുണ്ട് അബിയൽ വരണമതാപിലുണ്ട് അസ്വദ് മാമേ സബദക്കുടൈ കോൽ കൊമ്പു തിരുക്കരമാൽ രണ്ടാമതതിന നബി തന്തോല മിസ്ഹബിലേദാർ അവനത് തനിപ്പിന് ചെയ്താട്ടൽ മുമ്പിര നിരയാക്കൈ. ആ ധർമ്മയുദ്ധത്തിൽ മുൻനിരയെ നായകത്വ നമ്മുടെ കഥാനായകൻ മിസ്ഹബിന് അവസരമുണ്ടായി. യുദ്ധം തുടങ്ങി. ബദറിന്റെ വിരിമാറി ശിർക്കിന്റെ കാലിടയിൽ അഹങ്കാരം മുട്ടുമടക്കി അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് തുടങ്ങിയ കൊമ്പന്മാർ അവിടെ നെട്ടത്ത് വീണു. ആരംഭ റസൂലുള്ള സ്വഹാബത്തിനൊരുക്കുന്നു. തിരുകരം കൊടിയേകി ശൂരനാം മിസ്ഹബ് ഉറത്തിടുന്നേ. പതറല്ലേ പതാകാണി പിടിനാടാണി നേരെ ചിലതരം ഖുറൈശുകൾ ശിർക്കിന്റെ പാടായാണി ചിതറിടണം. റസൂൽ കരീം സ്വഹാബത്തിനെ പടക്കലത്തിലിറക്കി. ഉഹുദിന്റെ താഴ്വര ഘോര യുദ്ധം, ആയുധങ്ങളെ അട്ടഹാസം. ഓർക്കാപ്പുറത്ത് മുസ്ലിംകൾ ആക്രമിക്കപ്പെട്ടു. ഒരു ശത്രുപടൻ പതാങ്കയേന്തി മിസ്ഹബിന്റെ വലതു കൈ വെട്ടി രക്തം ചതറിച്ചിരച്ച് ഉടൻ ഇടതു കൈയിലേക്ക് പതാക. അവസാനം ഇടതു കൈയും വെട്ടേറ്റു. ഇസ്ലാമിന്റെ പതാക താഴെ വീണു പോകാതിരിക്കാൻ വേണ്ടി ചേരിവരുണ്ടും കണ്ണുന നേരെ മാറു പിളർത്തി വൈവരക്കീരെ തീരൻ മിസ്ഹബ് ശോണിത പതുകൾ തകർന്നത് വീലുണ്ട് മാറി പതാക പൂമെന്നിയതാ ചലനം നിൽക്കുന്നേ. ഒരു കൊടുങ്കാറ്റ് തീർന്ന പോലെ പടാങ്ക ശാന്തമായി. ഒപ്പം നമ്മുടെ കഥാനായകൻ മിസ്ഹബ്, അദ്ദേഹത്തിന് ആകെ ഒരു ഉടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അന്ത്യനബിയുടെ നിർദ്ദേശനപ്രകാരം തലഭാഗം ആ ഉടുപ്പ് കൊണ്ട് മറച്ച് ബാക്കി ഭാഗം ഒരു തല പുല്ല് കെട്ടി 6 അടി മണ്ണിലേക്ക് ഇറക്കി. അതേ സൗരഭ്യം പരത്തിയ ഉമൈർ മുതലാളിയുടെ ശ്രീമന്തപുത്രൻ ആഡംബരത്തിൽ ആറാടി നീങ്ങിയ ആ ചിത്രം അവരെ ധന്യ ജീവിതത്തിന് നമ്മൾക്ക് നമ്രശിരസ്കരായി. അവരുടെ ഈ ധീരനായകത്വ നമ്മൾക്ക് മാതൃകയാവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിടവാങ്ങും. അസ്സലാമു അലൈക്കും.